الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്കെല്ലാവർക്കും ഈ പ്രഭാതവും ഈ മാസവും ഖൈർ വർദ്ധിപ്പിച്ചു നൽകട്ടെ. ഒരുപാട് നല്ല മനുഷ്യന്മാർ കൂടുതലായി ദുആ ചെയ്യുകയും നോമ്പനുഷ്ഠിക്കുകയും കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ആ നല്ല മനുഷ്യരുടെ ദുആകളിലൊക്കെ നമുക്ക് അല്ലാഹു ഇടം നൽകട്ടെ. നല്ലവരായ മനുഷ്യർക്ക് ഒരുപാട് ഗുണവിശേഷങ്ങളുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളതുപോലെയോ അല്ലെങ്കിൽ അതിലധികമോ തന്നെ ചില ആളുകൾക്ക് അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഗുണവിശേഷണങ്ങൾ പ്രകടമാകാറുണ്ട്. ചില ചരിത്രങ്ങളും അതിന് പറയാനുണ്ട്. നല്ല മനുഷ്യർ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല മനുഷ്യൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് നല്ല മനുഷ്യർ എന്ന് പറയുന്നത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയും അവരുമായി കൂടിക്കഴിയുകയും ചെയ്തിട്ടുള്ള സ്വഹാബാക്കളാണ് പിന്നെ നല്ല മനുഷ്യന്മാർ. അവരുടെ വാക്കുകൾ, പ്രവൃത്തികൾ, അവരുടെ പ്രവർത്തനങ്ങൾ എല്ലാം വളരെയേറെ മെജോറിറ്റിയുള്ള കാര്യങ്ങളാണ്. വളരെ പ്രാധാന്യമുള്ളതും വളരെ ശ്രേഷ്ഠതയുള്ളതുമാണ്. നല്ലവരോടൊപ്പം ചേർന്നു നിൽക്കുന്നവർക്കെല്ലാം നന്മ പകർന്നു കിട്ടും. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, നീ നന്നായിട്ട് ശ്രദ്ധിക്കണം, നീ ആരോടാണ് ചങ്ങാത്തം കെട്ടുന്നത്, ആരെയാണ് നീ കൂട്ടുകാരനായി സ്വീകരിക്കുന്നത്, നല്ലോണം ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ നല്ല കൂട്ടുകാരെ നമ്മൾ ചങ്ങാത്തം സ്വീകരിച്ച് അവരോടൊപ്പം നിന്നാൽ അവരുടെ നന്മ നമ്മിലേക്കും പകരും, നമ്മിലെ തിന്മ അകലുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ കഴിഞ്ഞിരുന്ന ഒരു മഹാനായ സ്വഹാബിയാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായിരുന്നു, പിന്നീട് ഭർത്താവായതാണ്. ഉമ്മു സുലൈമിനെ വിവാഹം അന്വേഷിക്കുന്നു അബൂ ത്വൽഹ. അബൂ ത്വൽഹക്ക് ഉമ്മു സുലൈമിനെ കണ്ടപ്പോൾ അത് തന്റെ ഭാര്യയായി കിട്ടണം എന്ന് ആഗ്രഹം ജനിച്ചു. അങ്ങനെ ഒരാൾക്ക് ആഗ്രഹം ഉണ്ടാകുന്നത് തെറ്റല്ല, പക്ഷെ അത് നേരാം വഴിയിലൂടെ ആവണം എന്ന് മാത്രമേ ഉള്ളൂ. ആ ബന്ധങ്ങളും ബന്ധപ്പെടലുകളും വിവാഹം ഉറപ്പിക്കലുകളും കഴിക്കലുകളും എല്ലാം അതിന്റെ നേരാം വണ്ണാകണം. ഒളിച്ചോട്ടമോ കള്ളത്തരങ്ങളോ ഉണ്ടാവരുത്. അബൂ ത്വൽഹത്ത് എന്നവർ ഉമ്മു സുലൈമിനെ വിവാഹം അന്വേഷിച്ചപ്പോൾ ഉമ്മു സുലൈം പറഞ്ഞു, നിങ്ങളും ഞാനോട്ട് ശരിയാവൂല, നിങ്ങളെ ആദർശവും വിശ്വാസവും ഒന്ന് വേറെ, ഞാൻ വേറെ, ഞാൻ മുസ്ലിമത്താണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ അവിശ്വാസത്തിൽ കുഫറിൽ നിന്നുകൊണ്ട് എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് മുസ്ലിമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ ത്വൽഹ മുസ്ലിമായി വന്നു. ഉമ്മു സുലൈമിനെ വീണ്ടും വിവാഹം അന്വേഷിച്ചു. അപ്പൊ ഉമ്മു സുലൈം പറഞ്ഞു, ഓക്കെ, വിവാഹം കഴിക്കാം, നിങ്ങൾ എനിക്ക് മഹറൊന്നും തരണ്ട, നിങ്ങൾ ആ മുസ്ലിം ആവുക എന്നുള്ളത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മഹറായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് മുസ്ലിമായത് മഹറായിട്ട് കണക്കാക്കി ഞാൻ നിങ്ങൾക്ക് വിവാഹിതയാകാം. അങ്ങനെ വിവാഹം കഴിച്ച ആളാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. ആ അബൂ ത്വൽഹ പിന്നീട് അങ്ങോട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയായി, വളരെയേറെ പ്രിയപ്പെട്ട ആളായി, നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ല ആരോഗ്യമുള്ള ഒരാള്, അധികം ഹൈറ്റ് വെയിറ്റ് അങ്ങനെയല്ല, ഒരൊത്ത മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രത്യേകത പറയുന്നത് നല്ല ശബ്ദമായിരുന്നു അദ്ദേഹത്തിന്. ഏത് സദസ്സിലും സംസാരിക്കാൻ പറ്റിയ ചില ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രത്യേകതകളിൽപ്പെട്ടതാണ് നല്ല ശബ്ദം. നല്ല ശബ്ദവും നല്ല ധീരതയും നല്ല പവറും നല്ല കായിക ബലവും എല്ലാമുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അങ്ങനെ അവരെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു അനുസ്മരിക്കുകയാണ്, അന്ന അബൂ ത്വൽഹ ഖറജ ഫീ ഗസ്വ. അബൂ ത്വൽഹ എന്നവർ ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു പോയി. ഫറക്കിബ ഫിൽ ബഹർ. ബഹുമാനപ്പെട്ടവരെ വഫാത്താകുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. റസൂലുള്ളാഹിന്റെ കാലശേഷം കുറെ കാലം ജീവിച്ചിട്ടാണ് വഫാത്താവുന്നത്.
അങ്ങനെ ഒരു യുദ്ധത്തിന് വേണ്ടി അബൂ തൽഹത്ത് എന്നവർ പോയി. ഫറക്കിബ ഫിൽ ബഹർ, കടലിൽ യാത്ര ചെയ്തു. എന്നിട്ട് വേണം പോകാൻ. പക്ഷേ ആ യാത്രയിൽ വെച്ച് ഒരു അഭിപ്രായ പ്രകാരം അവിടെ വെച്ചുകൊണ്ടപ്പോ മാത്ത ഈ കടൽ വാഹനത്തിൽ വെച്ചാണ് ബഹുമാനപ്പെട്ടവർ മരണപ്പെടുന്നത്. അബൂ തൽഹത്ത് എന്നവർ വഫാത്തായി. എന്താ ചെയ്യാ? ഇവരേതായാലും കടൽ തീരം തേടി ഒരു ദ്വീപ് അന്വേഷിച്ച് അങ്ങോട്ട് പോവാനുള്ള പ്ലാനിലാണ്. പക്ഷെ ഇന്നത്തെ പോലെ യന്ത്രവൽകൃത കപ്പലുകളും ബോട്ടുകളും അല്ലല്ലോ അന്നുള്ളത്. അന്ന് പായക്കപ്പലോ വേറുള്ളതൊക്കെ ഫലം യജ്ലൂലഹു ജസീറ. അബൂ തൽഹത്തിനെ മറവ് ചെയ്യാൻ ഒരു ദ്വീപ് കണ്ടെത്തിയില്ല, അതിലേക്ക് എത്തണില്ല. യദ്ഫിനൂനഹു, മറമാടാൻ പറ്റുന്ന ഒരു ദ്വീപ് കണ്ടെത്തുന്നില്ല. ഇല്ല, ദ്വീപ് കണ്ടെത്തിയില്ല. ഇല്ല ബഅദ സബ്അത്തി അയ്യാമി, 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു ദ്വീപിലേക്ക് എത്തുന്നത്. മരിച്ച് 7 ദിവസം കഴിഞ്ഞിട്ട്. എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ? മനുഷ്യന്റെ ശരീരത്തിന് ചില പ്രത്യേകതകളുണ്ട്. പ്രകൃതിയ ഓരോ മനുഷ്യന്റെയും ശരീരത്തിന് ചില ഗന്ധങ്ങളുണ്ട്, വാസനകളുണ്ട്. ഈ വാസന പോലും തമ്മിൽ പ്രേമിക്കാനുള്ള, പ്രേമം വരാനുള്ള കാരണമാണെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ആണിന്റെ ശരീരത്തിനുണ്ട്, പെണ്ണിന്റെ ശരീരത്തിനുണ്ട്. ഈ ഗന്ധങ്ങൾ, ഈ വാസനകൾ തമ്മിൽ പൊരുത്തപ്പെട്ടാൽ അവർ തമ്മിലുള്ള ദാമ്പത്യ ജീവിതം വളരെ രസമഹമായിട്ടുള്ള, സുഖകരമായിട്ടുള്ള, സന്തോഷപൂർണമായിട്ടുള്ള ബന്ധങ്ങളായിട്ടുള്ള ഈ ശരീരത്തിന്റെ സ്മെല്ല് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ടതാണ്. എന്നാൽ മനുഷ്യന്റെ ശരീരത്തിന് ഒരു പ്രത്യേകതയാണ്. ആ ശരീരമെങ്ങാനും വെടക്കായാൽ അതോളം ദുർഗന്ധമുള്ള സാധനം വേറെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മറ്റേത് ശവങ്ങളും അത് ചീഞ്ഞു നാറിയാൽ തന്നെ അതിനൊരു പരിധിയുണ്ട്, അത് സഹ്യമായിട്ടുള്ള പരിധിയിൽ പെടും. അതേ സമയത്ത് മനുഷ്യന്റെ ശരീരമാണ് ജീർണിക്കുന്നതെങ്കിൽ, അഴുകുന്നതെങ്കിൽ അതിന്റെ 4 അയലത്ത് പോലും നിൽക്കാൻ മനുഷ്യന് കഴിയില്ല. അത്രയും ദുർഗന്ധം ഉണ്ടാവും. മനുഷ്യന്റെ ശരീരം മണ്ണിൽ വെച്ചാൽ 3-ാം പക്കം അതിന് ചില ദ്രവ്യങ്ങൾ പിടിപെടും. കണ്ണ് ഉതിർന്ന് വീഴാൻ തുടങ്ങും, കുടല് പൊട്ടാൻ തുടങ്ങും, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ ചീഞ്ഞളിയാൻ തുടങ്ങും. നമ്മൾ മരിച്ചിട്ടുള്ള 3 ദിവസത്തിന് കണ്ണോക്ക് എന്ന് പറയുന്ന പേരെന്നെ വരാൻ കാരണം ഈ മയ്യത്തിന്റെ ശരീരത്തിൽ നിന്നും കണ്ണുകൾ ഉതിർന്നു വീഴുന്ന ദിവസം 3-ാം പക്കാണ്. അതുവരെ നമ്മൾ പോയിട്ടുണ്ട്. ഈ 3 ദിവസത്തിന്റെ ഉള്ളിൽ മയ്യത്തിനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കലും മയ്യത്തിന്റെ അഹലുകാരെ തഴ്സിയത്താക്കലും പ്രത്യേക സുന്നത്തുണ്ടല്ലോ. അപ്പൊ ഈ കണ്ണോക്ക് എന്ന് പേര് പറയാൻ തന്നെ കാര്യം കണ്ണു പോണത് കൊണ്ടാണ്. അപ്പൊ മനുഷ്യ ശരീരം അത് ജീവൻ അറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ അധികം അത് വെച്ചേക്കാൻ പറ്റൂല. അത് വേഗം അഴുകാൻ തുടങ്ങും, ജീർണിക്കാൻ തുടങ്ങും. എവിടുന്നറിയില്ല, പുഴുക്കൂട്ടങ്ങൾ ആ മനുഷ്യന്റെ ശരീരത്തിൽ വന്ന് നിറയും. ഇപ്പൊ സമീപത്തും നമുക്കിപ്പോ അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരാളുടെ മരണം കഴിഞ്ഞു, ദിവസങ്ങൾ പിന്നീടാണ് കണ്ടെത്തുമ്പോ വല്ലാതെ കൂടുതൽ ജീർണിച്ചിട്ടുണ്ട്, അഴുകിയിട്ടുണ്ട്, പുഴുക്കൾ വന്നിട്ടുണ്ട്. അതിനെ പരിചരിക്കാൻ വരെ പ്രയാസം. എന്നിട്ട് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസമുണ്ട്. എങ്ങനെങ്കിലും അതിന് ആ ചടങ്ങ് കഴിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല. പോസ്റ്റ്മോർട്ടം ചെയ്തു, അവിടുന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കൽസ്, ഒരു കുളിയൊക്കെ ആക്കി പാസാക്കി വേഗം കഫൻതുണിയിൽ പൊതിഞ്ഞ് ഒക്കെ ആക്കി കൊണ്ടുവന്നിട്ട് ഒരു ചെറിയൊരു കാട്ടിക്കൂട്ടലൊക്കെ നടത്തി അങ്ങോട്ട് മറവ് ചെയ്താണ്. മനുഷ്യന്റെ ശരീരം അത് കേടുവന്നാൽ അത് വളരെ കൂടുതൽ ദുർഗന്ധമാണ്. ഇത് ഇവർ സഞ്ചരിക്കുന്ന കപ്പൽ ഇന്നിപ്പോ മൃതശരീരം അഴുകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കെമിക്കലുകൾ. അന്നെന്ത് കെമിക്കൽ? പക്ഷേ ഈ കടൽ വാഹനത്തിൽ വെച്ച് അബൂ തൽഹത്ത് എന്നവർ മരണപ്പെട്ടിട്ട് 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു കരയിൽ അവരെത്തുന്നത്, ഒരു ദ്വീപിൽ അവരെത്തുന്നത്. പണ്ടൊക്കെ ഹജ്ജിന് പോകുമ്പോ, കപ്പലിലെ ഹജ്ജിന് പോകുമ്പോ കഫംപുട അടക്കം തയ്യാർ ചെയ്തിട്ട് ബാഗിൽ വെച്ചിട്ടാണ് പോവുക. കാരണം അഥവാ മരിച്ചാൽ മരണത്തെ കൂടി സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്ന് ഹജ്ജിന് പോകുന്നത്. അന്ന് വായുമാർഗം സഞ്ചാരമില്ല, കടൽ മാർഗം. കപ്പലിൽ ഒരാൾ മരിച്ചാൽ എന്താ ചെയ്യല്?
അവിടുന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്ത് കപ്പലിന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിച്ചിട്ട് ഓനെ ആ മയ്യത്തിന് എന്ത് ചെയ്യും, നല്ലൊരു കനത്തിൽ കെട്ടി തൂക്കിയിട്ട് കടലിലേക്ക് താഴ്ത്തുകയാണ് ചെയ്യുക. വേറെ വഴിയില്ല, കരയിലേക്കല്ലല്ലോ പോകുന്നത്, കടലിലൂടെ തന്നെയല്ലേ സഞ്ചരിക്കുന്നത്. എന്നാൽ കരയിലെത്തും എന്ന് കണ്ടാൽ, കരയിലെത്താൻ വേണ്ടി പോവുകയാണെങ്കിൽ നമ്മൾ കരയിൽ കൊണ്ടുപോയിട്ട് കുഴിയെടുത്തിട്ട് തന്നെയാണ് മറവേണ്ടത്. അതാണ് അതിന്റെ ബഹുമാനം. കരയിലെത്തി മറവ് ചെയ്യാൻ സാധിക്കാതെ പോകുമ്പോഴാണ് കടലിൽ താഴ്ത്തൽ. എന്നാൽ അബൂ തൽഹത്ത് എന്നവരുടെ മൃതശരീരം അത് കരയിൽ കൊണ്ടുപോയി മറവ് ചെയ്യാൻ കൂട്ടുകാർ തീരുമാനിച്ചു, തയ്യാറെടുത്ത് കപ്പൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 7 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ കരയിലെത്തുന്നത്. പക്ഷേ അവിടെ ചരിത്രം അത്ഭുതം പറയുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ചേർന്ന് നിന്നതിന്റെ, ജീവിച്ചതിന്റെ ആ ഒരു ബർക്കത്തും പുണ്യവും അബൂ തൽഹയിലും കാണാണ്. ഫലം യതഗയ്യർ, ആ ബോഡിക്ക് ഒരുവിധ ജീർണതകളും പിടിപെട്ടിട്ടില്ല, ഒരു കേടും പറ്റിയിട്ടില്ല, സ്മെല്ലില്ല, അഴുകലില്ല, ഒരു ബുദ്ധിമുട്ടും പ്രയാസം ആ ശരീരത്തിലെ കേടുകൂടാതെ ദിവസങ്ങളോളം ആ മയ്യത്ത് നിലനിന്നു എന്നവർ. അങ്ങനെ കൊണ്ടുപോയി 7 ദിവസമൊക്കെ കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് കൊണ്ടുപോയിട്ട് മറവ് ചെയ്യുന്നത്. അപ്പൊ നല്ലത് ചെയ്യുന്ന ആളുകളിലൂടെ നല്ലവർക്ക് മാതൃകയാകാൻ നല്ല അടയാളങ്ങൾ കാണും. അതിലൊരു അടയാളമാണ് മയ്യത്ത് ജീർണിക്കാതിരിക്കാന്നുള്ളത്. മനുഷ്യന്റെ സഹജമായ സ്വഭാവം എന്താ? പൊതുവായിട്ടുള്ള സ്വഭാവം അത് മറവ് ചെയ്താലും ജീർണിക്കും, മറവ് ചെയ്യാതെ വെച്ചാലും ജീർണിക്കും എന്നുള്ളതാണ്. അന്ന് കെമിക്കലും മറ്റൊന്നും ഇല്ലാത്ത കാലത്തും ദിവസങ്ങളോളം ആ ശരീരത്തിന് ഒരു കേടും പറ്റിയിരുന്നില്ല എന്ന് പറയുമ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഗുണങ്ങളാണ്. അല്ലാഹു ഓരോരുത്തർക്ക് ചില ഗുണങ്ങൾ കൊടുക്കും. ആ ഗുണങ്ങൾ ജീവിതത്തിലും കൊടുക്കും, മരണത്തിന്റെ ശേഷമൊക്കെ കൊടുക്കും. അതിന്റെ ചെറിയ അലയൊലികളാണ് ഇപ്പൊ ഈ ചരിത്രത്തിലൊക്കെ കണ്ടുകൊണ്ട് ഇതുപോലെ ധാരാളം കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നല്ലവരാകാൻ നമ്മളും ശ്രമിക്കണം. നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള കഴിവും അറിവും എല്ലാം, നമുക്കുള്ള തന്നിട്ടുള്ള ശേഷി അത് അല്ലാഹു പൊരുത്തപ്പെട്ട കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാവാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം നമ്മുടെ ജീവിതം വിജയിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ചു തരട്ടെ. നല്ല ജീവിതവും നല്ല മരണവും അല്ലാഹു നമുക്ക് നൽകട്ടെ. മരണാനന്തരം നല്ല അവസ്ഥകളും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഖബറിൽ രക്ഷ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെ ഖബറുകളും അല്ലാഹു സുഖത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ.